ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു സംഭവവികാസത്തെ ഞാൻ കാണിച്ചു തരാം. എന്നാൽ അത് നിങ്ങളെ കൂടെ കാണിച്ചേക്കാമെന്ന് കരുതി. ഞങ്ങളുടെ വീടിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറം നിങ്ങൾക്കറിയാം ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ കുറേ കാലങ്ങൾ കൂടിയാട്ടോ ഇതുങ്ങളെ ഞാനിപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ മാവ് പുഴേൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ അകത്തെ പഴങ്ങളെല്ലാം നേരെ പുഴയിലേക്കായിരിക്കും കേട്ടോ വീട്. ഞങ്ങളങ്ങനെ വെള്ളത്തിൽ വീണത് എടുക്കാറില്ല സ്വതവേ. അപ്പോൾ ഞങ്ങൾക്ക് തിന്നണമെങ്കിൽ ഞങ്ങൾ പറിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഞങ്ങൾക്ക് തിന്നാൻ ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇന്നാണ് കേട്ടോ അറിഞ്ഞത്. കാട്ടിക്കൂടെ ഒരാളുണ്ടെന്നുള്ളത് പിന്നെ ഞാൻ അറിഞ്ഞത്. വന്നു കഴിഞ്ഞപ്പോഴാണ് തിരിഞ്ഞ്. എന്നും വന്ന് കഴിക്കുമെന്നാണ് പറഞ്ഞത്. എന്നും വന്ന് ഒരു 3 മണിയൊക്കെ ആയിരുന്നു ആ സമയം. അന്നത്തേനും വന്ന് തിന്നും അവിടെ വന്ന്. അന്നത്തേനും അച്ചാച്ചൻ കുറേ പെറുക്കി അങ്ങ് കരയിലൊക്കെ ഇടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഞാൻ ഏകദേശം ഒരു ഊഹം കാണിച്ചു തന്നു കേട്ടോ. മിറ്റവും നമ്മുടെ പറമ്പും പുഴയും അത് കഴിഞ്ഞ് ഫോറസ്റ്റുമാണ്. അപ്പോൾ അച്ചാച്ചൻ അവിടെ ചെന്നിട്ട് കുറേ പെറുക്കി കൊടുക്കുക. സാധാരണ അമ്മ പറയാറുണ്ട് ചെന്ന് കുറേ പെറുക്കി കൊടുക്കും. കാരണം ഒച്ച കേട്ടാൽ ഇന്ന് കുറച്ച് ആൾക്കാർ കൂടുതലായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് ഒച്ച കേൾക്കും തോറും അങ്ങോട്ടങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോവുക ചെയ്യുക. എന്നിട്ട് അവിടെ ഇരുന്ന് തിന്നുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ശബ്ദം കേട്ട് അങ്ങനെ തന്നെ ഓടും. അതിൻ്റെ ഇടയ്ക്ക് ചക്കരേൻ്റെ ചെറിയൊരു പരിപാടിയായിട്ട് ഇവിടെ ഭയങ്കര കൊതുകാണ്. അതുകൊണ്ടാണ് കേട്ടോ പുകയ്ക്കുന്നത്. അന്നേരം അത് കണ്ടോ മേലെ ഒരു കുഞ്ഞ് പിറുക്കിരിക്കുന്നത്. അതിങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. കാരണം അച്ചാച്ചൻ അവിടെ ഇറങ്ങി നിൽപ്പുണ്ടല്ലോ. പുള്ളിക്കാരി അതാ എടുത്തിട്ട് ഓടി. പുള്ളിക്കാരനാണ് പുള്ളിക്കാരിയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരെണ്ണം എടുത്തുകൊണ്ട് ഓടി. എൻ്റെ അവിടെ ഇരുന്ന് തിന്നു കേട്ടോ. നല്ല വിശാലമായി നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പം വലുതാട്ടോ. ഇതിൻ്റെക്കാട്ടും ഒരു വലുത് വന്ന് എടുത്തുകൊണ്ട് പോയി. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പ്രതീക്ഷിക്കാതെ വന്ന് എടുത്തുകൊണ്ട് പോവുക ചെയ്തത്. ഇതിനെക്കാട്ടും വലുത്. ഇത് ഏകദേശം ഒരു വലിപ്പമുണ്ട്. ഇതിനെക്കാട്ടും വലുതായിരുന്നു അത്. അവരുടെ അപ്പനായിരിക്കും കേട്ടോ. ഹൈറ്റാ വലുപ്പമായിരുന്നു. ഞാൻ അത്ര വലുതിനെ കണ്ടിട്ടില്ല. കാരണം സാധാരണ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പിറുക്കുകളൊക്കെ നടക്കുന്നത് കാണാം. വലുതാണ്. ഞാൻ വിചാരിച്ച അവരുടെ അപ്പനായിരിക്കും. അല്ല അത്ര വലിപ്പം വരുമോ. ഇതൊക്കെ വലിയ വലുതായതാണ്. എന്നാലേ എൻ്റെ ഒരു സങ്കല്പത്തിലാട്ടോ ഞാൻ പറഞ്ഞേ, ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ അത് ഭയങ്കര തീറ്റ കേട്ടോ. ഞങ്ങളെ നോക്കുന്നുമുണ്ട്. ഞങ്ങളിവിടെ കിടന്ന് ഒച്ച എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത്. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി കുറച്ചുകൂടി ഇങ്ങോട്ടിരുന്നു. ഞാൻ അന്നേരം കുറച്ചുകൂടി സൂം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ ഓടിപ്പോകുന്നുണ്ട്. അന്നേരത്തേന് എൻ്റെ ഫോൺ അവിടെ എത്തുമ്പോൾ തന്നെ അവരുടെ വഴിക്കെത്തി. ഞങ്ങൾക്ക് പിന്നെ മൃഗശാല കാണാൻ വേണ്ടി പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ തന്നെ കാണാം, ഫ്രീ ആണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിനെ കാണാനായിട്ട് പിന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. പാവങ്ങൾ അവർ തിന്നോട്ടെ. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കൗതുകങ്ങളായ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. ബായ്.